ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റും ഒരു കാർഡുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെഡ് കളർ A4 പേപ്പർ വീഡിയോ കാണുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഓക്കെ, അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ ഒരു വൈറ്റ് കളറും റെഡ് കളറും ഹാർട്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളർ റെഡ് കളറിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതാണ്, കാരണം വൈറ്റ് ബോർഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക്, വൈറ്റിൻ്റെ മുകളിലേക്ക് റെഡ് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഗ്രീൻ കളർ A4 ഷീറ്റ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഗം ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ മടക്കി വെച്ച റെഡ് A4 ഷീറ്റില്ലേ, അതും ഈ രീതിയിൽ, അതായത് കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഗം ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം ഗ്രീൻ റോൾ ചെയ്തതിൻ്റെ മുകളിലേക്ക് ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടൊരു റൗണ്ട് ഷേപ്പിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് റെഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് റെഡ് ബോർഡർ വരും അതിന് വേണ്ടിയിട്ടാണ് റെഡിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ഇത് മൂന്നും ആദ്യം ആ റെഡ് നമ്മൾ ഫോൾഡ് ചെയ്തതില്ലേ, അതിൻ്റെ മുകളിലേക്ക് ആ ഗ്രീൻ റൗണ്ടിൽ മടക്കിയത്, അതിനുശേഷം ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഇത് ഓർഡറിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ 2 ഹാർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുക, വെള്ളയും റെഡുമായിട്ട്. അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച ഹാർട്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാർഡാണ്, ടീച്ചേഴ്സ് ഡേ കാർഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബ്ലൂ കളർ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് വീഡിയോ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതേ അളവിൽ നമുക്കൊരു വൈറ്റ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കണം. വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ആ ഒരു പോർഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് പല കളറുകളായിട്ട് ഹാർട്ട് ഷേപ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും സെൻറ്ററിൽ മാത്രം ഗമ്മ് തേച്ചിട്ട് ആ കാർഡിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഗ്രീനാണ് ഒട്ടിക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണം. ഫ്രണ്ടിലേക്കാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഒരു എതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അതിനൊന്നും കൂടി കട്ട് ചെയ്ത് മടക്കി ഒട്ടിച്ചു കൊടുത്താൽ ശരിക്കും നമുക്ക് ഫ്ലവറായിട്ട് കിട്ടും. ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലേക്ക് ഇവ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഗോൾഡൻ കളർ ബീഡ്സ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഗമ്മ് യൂസ് ചെയ്തിട്ട് ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ സൈഡിലൂടെയായിട്ട് നമുക്ക്, ഞാനിവിടെ സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. പേള് വേണമെങ്കിൽ പേൾ ഒട്ടിക്കാം. സ്റ്റോണാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിലാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത്.
നമുക്കതിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതാം. അതിനുശേഷം ഞാൻ കുഞ്ഞി കുഞ്ഞി ഹാർട്ടുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് ആ ഹാപ്പി ടീച്ചേഴ്സ് ഡേൻ്റെ ഭാഗം ഒഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാർട്ടുകൾ സെൻറ്ററിൽ മാത്രം ഒട്ടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ.